ജയ് മോഹൻജി വിശുദ്ധിയുടെ ശക്തി വായന തുടരുന്നു. അധ്യായം 5. ചോദ്യം: ചിലപ്പോൾ സത്സംഗങ്ങളിൽ അങ്ങയുടെ മറുപടികൾ പരുഷവും മൂർച്ചയുള്ളതുമാണ്. അത് ചിലർക്ക് മുറിപ്പെടുത്തുന്നവയായി തോന്നാം എന്നെനിക്ക് അഭിപ്രായമുണ്ട്. ഇതിനെ ധിക്കാരം എന്ന് പറയാമോ? അങ്ങ് ദേഷ്യപ്പെടുന്നുണ്ടോ അതോ അങ്ങ് അഭിനയിക്കുകയാണോ? ഉത്തരം: ഞാനൊരു കണ്ണാടി പോലെയാണ്. ചോദ്യം ചോദിക്കുന്ന ആളുടെ സ്വഭാവത്തെ പ്രതിഫലിപ്പിക്കുക മാത്രമാണ് ഞാൻ ചെയ്യുന്നത്. മിക്കവാറും സന്ദർഭങ്ങളിൽ ഞാൻ വൃത്തിയുള്ള ഒരു കണ്ണാടി മാത്രമാണ്. ഞാൻ എൻ്റെ സ്വഭാവത്തെ മറ്റാരിലും അടിച്ചേൽപ്പിക്കുന്നില്ല. ഞാൻ എൻ്റെ മുമ്പിലുള്ള വ്യക്തിയുടെ സ്വഭാവത്തെ നിഷ്കപടമായി പ്രതിഫലിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് മറുപടികൾ വ്യത്യസ്തമായിരിക്കും. മറ്റേയാൾക്ക് മനസ്സിലാകുന്ന വിധത്തിൽ മറുപടികൾ നൽകപ്പെടുന്നു. ഇത് കേൾക്കുന്ന ആൾക്ക് അയാളുടെ സ്വഭാവത്തെക്കുറിച്ചുള്ള ഒരു ഓർമ്മപ്പെടുത്തലുമാണ്. വാസ്തവത്തിൽ ഞാൻ ദേഷ്യപ്പെടുന്നില്ല. വാസ്തവമായ ദേഷ്യം ഒരു ബലഹീനതയാണ്. ഞാനൊരു വികാരത്തെയും സ്വീകരിക്കുകയോ സൂക്ഷിക്കുകയോ ചെയ്യുന്നില്ല. ഞാൻ സഹതപിക്കുന്നു, ഞാൻ ആനന്ദിക്കുന്നു. എന്നാൽ വികാരങ്ങൾ എന്നെ ബന്ധിക്കുന്നില്ല. നിങ്ങൾക്ക് വാസ്തവത്തിൽ കോപം ഉണ്ടാകുന്നില്ലെങ്കിൽ കോപപ്രകടനം നിങ്ങളുടെ ബലമാണ്. ഒരു സാഹചര്യത്തിന് നേരെയോ അതിന് മറുപടിയായോ ശക്തമായ ഒരു സന്ദേശം നൽകുവാൻ അത് ഉപകരിക്കുന്നു. സത്സംഗങ്ങളിൽ ഞാൻ എല്ലാ മാനുഷിക വികാരങ്ങൾക്കും അതീതമായ വികസിത അവസ്ഥയിലായിരിക്കും. അപ്പോൾ ഞാൻ ഒരിക്കലും ദേഷ്യപ്പെടുകയില്ല. മിക്കവാറും സത്സംഗങ്ങളിൽ ഉയർന്ന അസ്തിത്വങ്ങളുടെ സാന്നിധ്യം നിങ്ങൾക്ക് അനുഭവപ്പെടും. അവർ വാക്കുകൾ എൻ്റെ വായിൽ വെച്ച് തരികയാണ്. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ അവർ എൻ്റെ കഴിവുകൾ ഉപയോഗിക്കുകയാണ്. അതുകൊണ്ട് പ്രകാശനങ്ങൾ അവർ എന്ത് പറയുവാൻ നിശ്ചയിക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും. ഉന്നതരായ ഗുരുക്കന്മാർ പ്രവർത്തിക്കുമ്പോൾ ഓരോരുത്തർക്കും അവരവർക്ക് ആവശ്യമുള്ളതും അർഹിക്കുന്നതും കൃത്യമായി കിട്ടുന്നു. കേൾക്കുന്ന ആളുടെ മാനസികാവസ്ഥയനുസരിച്ച് ആ വാക്കുകളെ ധിക്കാരമായോ ദയയായോ വിവേചിക്കാം. പറയുന്നയാൾ നിഷ്പക്ഷമായി നിൽക്കുന്നു. നിങ്ങൾ പ്രേമത്തിൽ ആകുമ്പോൾ നിങ്ങളുടെ കാമുകി പറയുന്ന ഓരോ വാക്കും സംഗീതമായിരിക്കും. ഇനിയും ഇനിയും കേൾക്കുവാൻ നിങ്ങൾ കൊതിക്കും. നിങ്ങൾ വിവാഹിതനായി കഴിഞ്ഞാൽ അത് നേരെ മറിച്ചുമാകാം. അതുകൊണ്ട് നിങ്ങളുടെ സ്വഭാവം എന്താണോ അതാണ് നിങ്ങൾ കേൾക്കുന്നത്. നിങ്ങൾ കേൾക്കാൻ തീരുമാനിക്കുന്നത് നിങ്ങളുടെ ഉപബോധ മനസ്സ് ആവശ്യപ്പെട്ടതോ നിങ്ങൾ അർഹിച്ചതോ ആകുന്നു. ഇങ്ങനെയാണ് അത് പ്രവർത്തിക്കുന്നത്. ഞാൻ ധിക്കാരപൂർവമല്ല ഇത് പറഞ്ഞത് എന്ന് വിശ്വസിക്കുന്നു. അതേ പശ്ചാത്തലത്തിൽ എന്താണ് മുറിപ്പെടുത്തുന്നത് എന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. അഹംഭാവം മാത്രമാണ് മുറിപ്പെടുന്നത്. എല്ലാ ഗുരുക്കന്മാരും അന്വേഷകന്റെ അഹംഭാവത്തിന്മേൽ വളരെ കർക്കശമായി പ്രവർത്തിക്കുന്നു. പലപ്പോഴും മനുഷ്യൻ്റെയും സത്യത്തിൻ്റെയും ഇടയിലുള്ള തടസ്സം അഹംഭാവം മാത്രമാണ്. അതുകൊണ്ടാണ് അന്വേഷകന്റെ അഹംഭാവത്തെ കഠിനമായി പ്രഹരിക്കുവാൻ ഗുരുക്കന്മാർ മുതിരുന്നത്. അഹംഭാവമുള്ള അന്വേഷകൻ അതിനെ ഗുരുവിൻ്റെ ധിക്കാരം എന്ന് പറഞ്ഞെന്നു വരും. ഏതെങ്കിലും പ്രകാരത്തിൽ അഹംഭാവം ഉപേക്ഷിക്കുവാനും ഉയർന്ന സത്യങ്ങളെ സ്വീകരിക്കുവാനും ഗുരു അന്വേഷകനെ നിർബന്ധിക്കും. ഇത് അയാളുടെ താല്പര്യത്തിനു വേണ്ടിയാണ്, ഗുരുവിൻ്റെ താല്പര്യത്തിനല്ല. ഇക്കാര്യത്തിൽ ഗുരുവിന് മോഹങ്ങളോ ലക്ഷ്യങ്ങളോ ഇല്ല. അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നതിനെക്കുറിച്ച് പ്രധാനമായി 2 കാരണങ്ങൾ കൊണ്ടാണ് അനുഭവങ്ങൾ മറ്റുള്ളവരുമായി പങ്കിടുന്നതിനെക്കുറിച്ച് ഞാൻ ഊന്നിപ്പറയാറുള്ളത്. 1. സ്വന്തം അനുഭവങ്ങളുടെ ഉത്തരവാദിത്തം നിങ്ങൾ സ്വയം ഏറ്റെടുക്കാൻ വേണ്ടി. 2. നിങ്ങൾ അത് സ്പഷ്ടമായി പറയുമ്പോൾ അത് നിങ്ങൾക്ക് അഥവാ നിങ്ങളുടെ ബോധമനസ്സിന് കൂടുതൽ വിശദമാവുകയും കൂടുതൽ ദൃഢമാവുകയും ചെയ്യുന്നു. ഉത്തരവാദിത്വം ഏറ്റെടുക്കൽ ആത്മീയ പുരോഗതിക്ക് വളരെ പ്രധാനമാണ്. സ്പഷ്ടമാക്കുന്നത് കൊണ്ട് എന്താണ് പ്രയോജനം? അത് ലളിതമാണ്. ടൺ കണക്കിന് വാർത്തകളെ കൊണ്ടും പല പല താരതമ്യങ്ങളെ കൊണ്ടും നാം നിരന്തരം ആക്രമിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഓരോ വ്യക്തിയും അതുല്യനാണ്. ഒരാളുടെ അനുഭവങ്ങളെ മറ്റൊരാളുടേതുമായി താരതമ്യപ്പെടുത്തുവാൻ കഴിയുകയില്ല. അങ്ങനെ ചെയ്യുകയും അരുത്. എന്നാൽ നിങ്ങളുടെ അനുഭവങ്ങളുടെ ഉത്തരവാദിത്തത്തെ ഏറ്റെടുക്കുവാൻ തുടങ്ങുമ്പോൾ നിങ്ങളൊരു സാക്ഷിഭാവത്തെയും വളർത്തിയെടുക്കുവാൻ തുടങ്ങും. മറ്റുള്ളവരുടെ വാക്കുകളെ ശ്രദ്ധിക്കുന്നതിനേക്കാൾ അധികം നിങ്ങൾ നിങ്ങളെ തന്നെ നിരീക്ഷിക്കുവാൻ തുടങ്ങും. നാം പുസ്തകങ്ങൾ വായിക്കുകയും മറ്റ് അന്വേഷകരുടെ അഭിപ്രായങ്ങൾ കേൾക്കുകയും ചെയ്യുമ്പോൾ നാം ഒന്നുകിൽ താഴ്ന്നവരാണ് അല്ലെങ്കിൽ ഉയർന്നവരാണ് എന്ന് നമുക്ക് തോന്നിയേക്കാം. രണ്ടും ദോഷം ചെയ്യുന്നു. നാമാണ്. താരതമ്യം ചെയ്യുവാൻ ആകാത്തവരാണ്. നിൽക്കുന്നിടത്ത് നിന്ന് മാത്രമേ നമുക്ക് നടന്നു തുടങ്ങുവാൻ കഴിയുകയുള്ളൂ. നിങ്ങളുടെ ഗതിവേഗത്തെയും വളർച്ചയെയും കുറിച്ച് തൃപ്തരാകുക. മറ്റൊരാളുടേതുമായി ഒരിക്കലും താരതമ്യപ്പെടുത്തരുത്. നാം എല്ലാം താന്താങ്ങളുടെ മണ്ഡലങ്ങളിൽ നിന്നു കൊണ്ട് സൂര്യനെ ചുറ്റുന്ന ഗ്രഹങ്ങളെ പോലെയാണ്.
നാം ഓരോരുത്തർക്കും അവരവരുടേതായ തുടക്കവും അനുപമമായ ഒരു സഞ്ചാരപഥവും അവസാനവും ഉണ്ട്. ജീവിതത്തോട് നന്ദിയുള്ളവരായിരിക്കുക, മുമ്പോട്ട് നടക്കുക. ദൈവം നിങ്ങൾക്ക് വഴി കാട്ടുന്നുണ്ട്. നിങ്ങൾ ആത്മീയതയിലേക്ക് വരുവാൻ കാരണമെന്താണ്? അവസാനിക്കാത്ത ജനനമരണ ചക്രത്തിൽ നിന്ന് മോചനം നേടുവാനുള്ള ആത്മാവിൻ്റെ സ്വാഭാവികമായ ഉത്കടമായ ആഗ്രഹം. എല്ലാ ഗുരുക്കന്മാരും ഇതേ തത്വജ്ഞാനം തന്നെ വ്യത്യസ്തമായ വാക്കുകളിലും സമയങ്ങളിലും ആവർത്തിച്ചു പറഞ്ഞിട്ടുണ്ട്. സത്ത ഒന്ന് തന്നെയാണ്, അത് സ്നേഹമാണ്. ഉപാധികളില്ലാത്ത സ്നേഹം, അതിരുകളില്ലാത്ത സ്നേഹം. നിങ്ങളുടെ അനുഭവങ്ങൾ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുവാൻ മനസ്സില്ലെങ്കിൽ ആത്മീയ കാര്യങ്ങൾക്കായി ഒരു ഡയറി സൂക്ഷിക്കുക. അങ്ങേയറ്റം കൃതജ്ഞതയോടെ നിങ്ങളുടെ അനുഭവങ്ങൾ കുറിച്ചു വയ്ക്കുക. നിങ്ങളുടെ മനസ്സിന് ഓരോ ചുവടുവയ്പ്പിനും ദൃഢീകരണവും വീണ്ടും ഉറപ്പിക്കലും ആവശ്യം വരും. എന്തുകൊണ്ടെന്നാൽ നിങ്ങൾക്ക് പുറത്തുള്ള ശക്തിയില്ല. മറ്റുള്ളവരുടെ സ്വാധീനവും അഭിപ്രായങ്ങളും കൊണ്ട് നിങ്ങൾ സ്വന്തം അനുഭവങ്ങളുടെ ഉത്തരവാദിത്വത്തിൽ നിന്ന് മിക്കവാറും ഒഴിഞ്ഞുമാറാൻ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ഡയറി നോക്കി വീണ്ടും മുന്നോട്ട് പോകാനുള്ള പ്രചോദനം ആർജിക്കുവാൻ കഴിയും. നിങ്ങളുടെ അനുഭവങ്ങളെ അംഗീകരിക്കുകയും സ്വീകരിക്കുകയും ചെയ്യുന്നതിൽ കാട്ടുന്ന ഭീരുത്വത്തിന് അവ അതേപടി സ്വീകരിക്കുന്നതിനെ നിങ്ങളുടെ അഹംഭാവം തടയുകയാണെന്നും അർത്ഥമാകുന്നു. സ്വീകരിക്കാതിരിക്കുക എന്നാൽ അത് നിങ്ങൾക്ക് നിങ്ങളിലും അനുഭവങ്ങളിലും വിശ്വാസം ഇല്ലായ്മയുമാണ്. നിങ്ങളുടെ തന്നെ ചിന്തയിലും വാക്കിലും പ്രവൃത്തിയിലും വിശ്വാസമില്ലെങ്കിൽ പുരോഗതി ഉണ്ടാവുകയില്ല. ആത്മീയ പുരോഗതി മാത്രമല്ല, ഭൗതിക പുരോഗതിയും ഉണ്ടാവുകയില്ല. നിങ്ങളിലും ദൈവത്തിലുമുള്ള വിശ്വാസം ശരിക്കും അത്യാവശ്യമാണ്. ഇനി എൻ്റെ ആത്മീയ വികാസകാലത്തെ അനുഭവങ്ങളിൽ ഭൂരിഭാഗവും എന്തുകൊണ്ടാണ് എന്ന ചോദ്യം, അത് 2 കാരണങ്ങൾ കൊണ്ടാണ്. ഒന്ന്, ഞാൻ നിങ്ങൾക്കെല്ലാം പറയാനുണ്ടായിരുന്നത് കേൾക്കുകയും നിങ്ങളെ സേവിക്കുകയും ചെയ്യുന്ന തിരക്കിലായിരുന്നു. എൻ്റെ കഥകൾ പറയാൻ എനിക്ക് അവസരമുണ്ടായില്ല. 2, ഓരോ വ്യക്തിയും അതുല്യനും ഉത്കൃഷ്ടനുമാണ്. ആത്മീയ പുരോഗതിയിൽ എൻ്റെ അനുഭവങ്ങളാണ് അംഗീകരിക്കാവുന്ന ഒരേയൊരു മാതൃക എന്ന തോന്നൽ നിങ്ങളിൽ ഉണ്ടാക്കുകയും നിങ്ങൾ സ്വന്തം അനുഭവങ്ങളെ നിരാകരിക്കുവാൻ ഇടവരുത്തുകയും ചെയ്യുന്നത് ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. നിങ്ങൾ നിങ്ങളുടെ അനുഭവങ്ങളെ ഏറ്റെടുക്കുകയും അതിൽ സംതൃപ്തരാകുകയും ചെയ്യണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ദൈവം സന്ദേശങ്ങൾ നൽകുവാനായി പലതരം ഉപകരണങ്ങളെ എങ്ങനെ ഉപയോഗിക്കുന്നു എന്ന് വിശദീകരിക്കുവാനായി ഒരു ചെറിയ സംഭവം പറയാം. കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഉന്നതരായ മഹാഗുരുക്കന്മാരുമായി ആശയവിനിമയം തുടങ്ങുന്നതിനും ധ്യാനം തുടങ്ങുന്നതിനും കുറേ മുമ്പ് എനിക്ക് പലപ്പോഴും ആത്മീയമായ ശൂന്യത അനുഭവപ്പെടാറുണ്ടായിരുന്നു. അന്നൊക്കെ അപ്രതീക്ഷിതമായ പല ബുദ്ധിമുട്ടുകളെയും കാലം ഒളിപ്പിച്ചു വെച്ചിരുന്നു. എൻ്റെ അകം പൂർണ്ണമായും ഒഴിഞ്ഞതും ശൂന്യവും ആകാറുണ്ടായിരുന്നു. പലപ്പോഴും ഞാൻ എൻ്റെ പേരും മറക്കാറുണ്ടായിരുന്നു. ഒരു കാലത്ത് ഞാൻ ദുബായിൽ ഒരു കമ്പനിയുടെ ജനറൽ മാനേജറായി ജോലി ചെയ്യുകയായിരുന്നു എന്ന് ഓർക്കുക. ഒപ്പിടാനുള്ള കടലാസുകൾ എൻ്റെ മുന്നിൽ ഉണ്ടായിരിക്കും. ഒപ്പിടുന്നത് എങ്ങനെയാണ് എന്ന് ഓർത്തെടുക്കാൻ ഞാൻ ശ്രമിക്കുകയായിരിക്കും. അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ദൈവം ഒരു സഹായഹസ്തം നൽകുകയും ഒരു പിഴവും പറ്റുന്നില്ലെന്ന് ഉറപ്പുവരുത്തുകയും ചെയ്തിരുന്നു എന്നത് വ്യക്തമാണ്. നമ്മുടെ ചിന്തകളും വാക്കുകളും പ്രവൃത്തികളും ദൈവത്തിൻ്റെ കാൽക്കൽ സമർപ്പിക്കുമ്പോൾ തെറ്റുപറ്റുക എന്ന പ്രശ്നമില്ല. ആധ്യാത്മികതയിൽ നന്മയിലേക്ക് വരുന്ന എന്തും വിവേചിക്കുവാനോ താരതമ്യപ്പെടുത്തുവാനോ തുനിയാതെ ദൈവത്തിൻ്റെ വരദാനമായി സ്വീകരിക്കുവാൻ നാം തയ്യാറാകണം. നിങ്ങൾ നിങ്ങളുടെ അനുഭവങ്ങൾ മറ്റുള്ളവരുമായി പങ്കിടുമ്പോൾ അവ കൂടുതൽ വ്യക്തമാകുന്നു. ശുദ്ധി ചെയ്യുമ്പോൾ വെണ്ണ നെയ്യായിത്തീരുന്നു. മനസ്സിൽ സൂക്ഷിക്കുന്ന ഒരു ഓർമ്മ വളരെ വേഗം മാഞ്ഞു പോയേക്കാം. ചിന്തയുടെ തലത്തിൽ നിന്ന് വാക്കിൻ്റെ തലത്തിലേക്ക് പ്രകാശിപ്പിക്കുമ്പോൾ അനുഭവങ്ങൾക്ക് വളരെയധികം വ്യക്തത കിട്ടുന്നു. അത് പൂർണ്ണമായും നിങ്ങളുടേതായിത്തീരുന്നു. ധ്യാനാത്മകമായ അനുഭവങ്ങളെല്ലാം അതുല്യമാണ്. അനുഭവങ്ങളുടെ ഒരു കൂട്ടം എപ്പോഴും വ്യത്യസ്തമാണ്. അത് നിങ്ങളുടെ സ്വീകരണക്ഷമതയെയും വിശ്വാസത്തെയും ആശ്രയിച്ചിരിക്കും. ദൈവത്തിന് പ്രവർത്തിക്കാനായി നിങ്ങളുടെ ഹൃദയത്തെ തുറക്കാനുള്ള താക്കോൽ വിശ്വാസമാണ്. ചിന്തകൾ ധാരാളമുണ്ട്, വാക്കുകൾ അതിൽ കുറവാണ്, പ്രവൃത്തി അതിലും കുറവാണ്. ഇതാണ് ക്രമം. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ അനുഭവത്തെ വാക്കുകളിലേക്ക് കൊണ്ടുവരുമ്പോൾ അതൊരു തലത്തെ തരണം ചെയ്യുന്നു. ധ്യാന സമയത്ത് 2 തരത്തിലുള്ള അനുഭവങ്ങൾ സംഭവ്യമാണ്. ഒന്ന് മനസ്സിൻ്റെ സങ്കല്പങ്ങളാണ്. ആളുകൾ ദേവതകളെയോ മഹാഗുരുക്കന്മാരെയോ കാണുന്നു. സാധാരണയായി ഇത് സംഭവിക്കുന്നത് നിങ്ങൾ അത്തരത്തിലുള്ള അനുഭവങ്ങൾക്കായി സമ്മർദ്ദം അനുഭവിക്കുമ്പോഴാണ്. രണ്ടാമത്തേത് യഥാർത്ഥമായ കാഴ്ചകളാണ്. അയഞ്ഞ മനസ്സോടെ ഒരു മുൻനിശ്ചയവും കൂടാതെ പ്രതീക്ഷകൾ ഒന്നുമില്ലാതെ ധ്യാനിക്കുമ്പോഴാണ് ഇത് സംഭവിക്കുന്നത്.
ഇവ തമ്മിൽ എങ്ങനെയാണ് തിരിച്ചറിയുന്നത്? ആദ്യത്തേത് സ്ഥിരമായ ഒരു അടയാളം മനസ്സിൽ അവശേഷിപ്പിക്കുന്നില്ല. അതൊരിക്കലും ആന്തരികമായ മാറ്റം ഉണ്ടാക്കുന്നില്ല. നേരെ മറിച്ച് രണ്ടാമത്തേത് ആന്തരികമായ മാറ്റം ഉണ്ടാക്കുന്നു. നിങ്ങൾ വീണ്ടും പഴയതുപോലെ ആവുകയില്ല. അതുകൊണ്ട് സങ്കല്പങ്ങളെ കരുതിയിരിക്കുക. സജീവമായി നിൽക്കാനായി മനസ്സിന് എന്തിലെങ്കിലും വ്യാപൃതമായും വിനോദിച്ചുകൊണ്ടും ഇരിക്കണം. ധ്യാനം മനസ്സിൻ്റെ ശൂന്യമായ ഒരു അവസ്ഥയാണ്. മനസ്സിന് അത് ഇഷ്ടമല്ല. അത് നിങ്ങളെ സങ്കല്പങ്ങളിൽ വ്യാപൃതനാക്കും. നിരാശപ്പെടരുത്, ആശ കൈവിടരുത്. നിരാശയെ വിശ്വാസം കൊണ്ട് നേരിടുക. മനസ്സിൻ്റെ കൂടെ നിൽക്കുക. നിങ്ങൾ തീർച്ചയായും എത്തേണ്ടിടത്ത് എത്തും. ധ്യാനങ്ങളിൽ പരിശുദ്ധിയും ഉദ്ദേശശുദ്ധിയും ഉയർന്ന നിലയിൽ നിൽക്കുമ്പോൾ മഹാഗുരുക്കന്മാർ പ്രത്യക്ഷപ്പെടുന്നു. എല്ലാവർക്കും അത് അനുഭവപ്പെടും. ചിലർ തൊട്ടറിയുന്നതിൽ താല്പര്യമുള്ളവരായിരിക്കും. അവർ ഉന്നതരായ അസ്തിത്വങ്ങളുടെ സാന്നിധ്യം സ്പർശനത്തിലൂടെ അനുഭവിക്കുന്നു. ചിലർ കാഴ്ച ഇഷ്ടപ്പെടുന്നവരാണ്. അവർ കാണുന്നു. കേൾവിയിൽ താല്പര്യമുള്ളവർ ശബ്ദങ്ങൾ കേൾക്കുന്നു. ഇപ്രകാരം നിങ്ങളുടെ സ്വഭാവത്തെ അനുസരിച്ച് അനുഭവങ്ങൾ ഉണ്ടാകും എന്നത് തീർച്ചയാണ്. അനുഭവങ്ങളെ പങ്കുവയ്ക്കുക. അവയെക്കുറിച്ച് എഴുതുക. നിങ്ങൾ പങ്കുവെക്കുമ്പോൾ അത് നിങ്ങളുടെ മനസ്സിൽ ദൃഢീകരിക്കപ്പെടുന്നു. തൻ്റെ അനുഭവങ്ങളുടെ ഉടമസ്ഥത ഏറ്റെടുക്കുക എന്നത് ആത്മീയ വികാസത്തിന് വളരെ പ്രധാനമാണ്. മുമ്പൊരിക്കലും ധ്യാനിക്കുവാൻ കഴിയാതിരുന്ന ആളുകൾ ധ്യാനിക്കുവാൻ തുടങ്ങുകയും മഹത്തായ പുരോഗതി നേടുകയും ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ പൊടുന്നനെ ആരെങ്കിലും അപവാദം പ്രചരിപ്പിക്കുന്നു. അവർ അത് വിശ്വസിച്ച് എല്ലാം ഉപേക്ഷിക്കുകയും ചെയ്യുന്നു. എളുപ്പം തകരുന്ന മനസ്സാണ് അങ്ങനെയുള്ളവരുടേത്. അവർക്ക് സ്വന്തം അനുഭവങ്ങളെ തിരിച്ചറിയുകയോ സ്വന്തമെന്ന് അംഗീകരിക്കുകയോ ചെയ്യാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് മറ്റുള്ളവരുടെ വാക്കുകൾ അവരെ എളുപ്പത്തിൽ സ്വാധീനിച്ചു. സ്വന്തം അനുഭവങ്ങളെ സ്വീകരിക്കുന്നതും അതിനെക്കുറിച്ച് സംസാരിക്കുന്നതും നിങ്ങളുടെ ആത്മവിശ്വാസത്തെയും അനുഭവത്തെയും ദൃഢമാക്കും. മറ്റുള്ളവരെ അത് അനുഭവിക്കുവാൻ പ്രേരിപ്പിക്കുകയും ചെയ്യും. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ അത് നിങ്ങൾക്കും മറ്റുള്ളവർക്കും വേണ്ടി ചെയ്യുന്ന ഒരു സേവനമാണ്. അതുകൊണ്ട് ഒരു ആത്മീയ ഡയറി സൂക്ഷിക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് മറ്റുള്ളവരുമായി പങ്കിടാം. നിങ്ങൾ സ്വകാര്യതയിൽ വിശ്വസിക്കുന്ന ആളാണെങ്കിൽ പങ്കുവയ്ക്കേണ്ട. ആത്മീയമായും ഭൗതികമായി പോലും ഉള്ള വളർച്ചയ്ക്ക് വിശ്വാസം അത്യന്താപേക്ഷിതമാണ്. തന്നിലും ഗുരുക്കന്മാരിലും സർവ്വപ്രധാനമായി സ്വന്തം ഗുരുവായ നിങ്ങളുടെ ആത്മാവിനും വിശ്വാസമുണ്ടായിരിക്കണം. സംശയാലുവായ മനസ്സ് നിങ്ങളുടെ ആത്മീയ വളർച്ചയെ അനുവദിക്കുകയില്ല. നിങ്ങളുടെ എല്ലാ അനുഭവങ്ങളെയും അത് ഫലശൂന്യമാക്കിക്കൊണ്ടിരിക്കും. നിങ്ങൾ എപ്പോഴും തുടങ്ങിയിടത്തു തന്നെ നിൽക്കും. നിങ്ങൾ സംശയങ്ങൾക്ക് അധീനനാവുകയും വിശ്വാസം നഷ്ടപ്പെടുകയും ചെയ്താൽ നിങ്ങളുടെ വികാസം നിന്നുപോകും. എല്ലാ ഗുരുക്കന്മാരും ഒന്നാണ്. എല്ലാ ആത്മാക്കളും ഒന്നാണ്. നിങ്ങളുടെ ജീവിതത്തിൽ പ്രത്യക്ഷപ്പെടുന്ന ഗുരുവാണ് നിങ്ങളുടെ യഥാർത്ഥ ഗുരു. ഇത് അംഗീകരിക്കുക. ചെറുത്തു നിൽക്കരുത്. കൃതജ്ഞത വിശ്വാസത്തിൻ്റെ കൂടെയുള്ളതാണ്. വിശ്വാസമുള്ളപ്പോൾ സാധാരണയായി നിങ്ങൾ കൃതജ്ഞനുമായിരിക്കും. കൃതജ്ഞത ഞാനെന്ന ഭാവത്തിൻ്റെ തീവ്രത കുറയ്ക്കുന്നു. അത് ആത്മീയ വികാസത്തെ സഹായിക്കുന്നു. അഹംഭാവം വലിയൊരു ചുമടാണ്. അതിൻ്റെ ഭാരം ചിലർക്ക് കൊണ്ടു നടക്കാൻ പോലും പ്രയാസമായിരിക്കും. പിന്നെ എങ്ങനെയാണ് അവർക്ക് വേഗത്തിൽ സഞ്ചരിക്കുവാൻ കഴിയുക? ലൗകികമായ ആവശ്യങ്ങൾ കുറയുമ്പോൾ നമ്മുടെ ഭാരം കുറയുന്നു. ലൗകികമായ ആവശ്യങ്ങൾ വർദ്ധിക്കുമ്പോൾ നാം ഭൂമിയിലേക്ക് വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കുന്നു. അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നതിനെക്കുറിച്ച് മറ്റൊരു കുറിപ്പ്. പുസ്തകജ്ഞാനത്തെക്കാളും മറ്റുള്ളവരുടെ വാക്കുകളെക്കാളും സ്വന്തം അനുഭവങ്ങൾ വളരെയധികം പ്രാധാന്യമുള്ളതാണ്. മനസ്സ് ഇന്ദ്രിയങ്ങളിൽ താല്പര്യം ഉള്ളതുകൊണ്ട് സ്വന്തം അനുഭവങ്ങളെ നിരാകരിച്ച് അതിന് പകരമായി മറ്റുള്ളവരുടെ വാക്കുകളെ സ്വീകരിക്കാൻ പ്രവണത കാണിക്കുന്നു. വിലയേറിയ സ്വന്തം അനുഭവത്തെ മറ്റുള്ളവരുടെ അനുഭവങ്ങളുമായി താരതമ്യം ചെയ്യുക പോലും ചെയ്യുന്നു. കാലം നമ്മുടെ അനുഭവങ്ങളുടെ തീവ്രത കുറയ്ക്കുന്നു. പരുക്കനായ ജീവിതം നമ്മുടെ സൂക്ഷ്മതകളിന്മേൽ ചെളി തെറിപ്പിക്കുന്നു. ഇത് ആത്മീയ വികാസത്തിനെതിരാണ്. നമ്മിൽ നിഷ്ക്രിയതയ്ക്കുള്ള പ്രവണത ഉണ്ടാക്കുന്നു. സ്വന്തം അനുഭവങ്ങളെ വിലപ്പെട്ടതായി കരുതി നാം മുന്നോട്ടു പോകണം. എന്തുകൊണ്ടെന്നാൽ ആത്മീയതയിൽ നാമെല്ലാം അവരവരുടെ പാതയിലാണ് സഞ്ചരിക്കുന്നത്. കേൾക്കാൻ താല്പര്യമുള്ളവരോട് സ്വന്തം അനുഭവങ്ങൾ പറയുന്നതുകൊണ്ട് ആ അനുഭവങ്ങളെ നിങ്ങൾ നിങ്ങളുടെ ഉപബോധത്തിൽ ഉറപ്പിക്കും. ഉപബോധം മേലിലും അതുപോലുള്ള യാഥാർത്ഥ്യങ്ങളിലേക്ക് നിങ്ങളെ കൊണ്ടുവരും. അങ്ങനെ നിങ്ങൾ അധികം ഉയരങ്ങളിലേക്ക് വളരും. പരിശുദ്ധിയോടെ ഇരിക്കൽ. ദേഹശുദ്ധി, ശുചിത്വവും ആരോഗ്യപരിപാലനവും ശീലിക്കുന്നതിലൂടെ നിലനിർത്താം. മനസ്സിൻ്റെ ശുദ്ധി ഭക്തിയിലൂടെയും കൃതജ്ഞതാ മനോഭാവത്തിലൂടെയും കാത്തുസൂക്ഷിക്കാം. ബുദ്ധിശുദ്ധി നിസ്വാർത്ഥമായ പ്രവൃത്തി പദ്ധതികളിലൂടെ പാലിക്കാം. ആത്മീയ പരിശുദ്ധി താരതമ്യങ്ങൾ ഉപേക്ഷിക്കുകയും നിസ്സംഗമായ ശ്രദ്ധയോടെ പ്രവർത്തിക്കുകയും ചെയ്യുന്നതിലൂടെയും നേടാം.
സാവധാനമായും സ്ഥിരമായും പ്രതീക്ഷകളെ ഒഴിവാക്കുന്നതിലൂടെ പരിശുദ്ധി ഉള്ളിൽ ഉറപ്പിക്കുവാൻ കഴിയും. ദൈനംദിന യാഥാർത്ഥ്യങ്ങളെ നിങ്ങളുടെ ബോധപൂർവമല്ലാത്ത സൃഷ്ടികളായി സ്വീകരിക്കുകയും നല്ലതായാലും ചീത്തയായാലും ഓരോ അനുഭവത്തെയും ജീവിതക്രമത്തിൻ്റെ മുഴുവൻ ഭാഗമായി സ്വീകരിക്കുകയും ചെയ്യുക എന്നാണ് ഇതിന് അർത്ഥം. നിങ്ങളുടെ മുമ്പിൽ എത്തുന്ന ആഹാരമാണ്. ഒരുപക്ഷെ നിങ്ങൾ സ്വയം അത് തിരഞ്ഞെടുക്കുമായിരുന്നെങ്കിലും നിങ്ങൾക്കുള്ള മരുന്ന് എന്നും മനസ്സിലാക്കുക. ഒരു സസ്യഭുക്കിന് മാംസാഹാരമാണ് നൽകപ്പെടുന്നതെങ്കിൽ അയാൾ അത് ഭക്ഷിക്കണം എന്നില്ല. ഞാൻ പറയുന്നത് ഏത് തരത്തിലുള്ള ചെറുത്തുനിൽപ്പും തീവ്രവേദന ഉണ്ടാക്കുന്നു. സാഹചര്യങ്ങളോട് ഇണങ്ങിച്ചേരാനും അവയെ സ്വീകരിക്കാനുമുള്ള കഴിവ് നിങ്ങളെ സൗമ്യനും ശാഠ്യമില്ലാത്തവനും ശാന്തനുമാക്കി നിലനിർത്തും. നിങ്ങളിൽ ഉണ്ടാകുന്ന ഓരോ ചിന്തയും വാക്കും പ്രവൃത്തിയും സ്നേഹത്തിലും സാരള്യത്തിലും അടിയുറച്ചതാണ് എന്ന് ഉറപ്പുവരുത്തുന്നതിലൂടെയും നിങ്ങളുടെ പരിശുദ്ധി കാത്തു സൂക്ഷിക്കാം. മനോഭാവം നിസ്വാർത്ഥമാണെങ്കിൽ ചിന്തയുടെയും വാക്കിൻ്റെയും പ്രവൃത്തിയുടെയും ശുദ്ധി താനേ സംഭവിക്കുന്നു. സ്വാർത്ഥരാഹിത്യം പരിശുദ്ധി ഉറപ്പുവരുത്തുന്നു. പരിശുദ്ധി ദൈവകൃപ ഉറപ്പാക്കുന്നു. നിങ്ങളുടെ ഇടപാടുകൾ എല്ലാം പൂർണ്ണമായും മനസാക്ഷിക്ക് അനുസരിച്ച് ആയിരിക്കണം. നിങ്ങൾ സ്വയമേവ നേടുന്ന ഒരു മാനസിക അവസ്ഥയാണ് പരിശുദ്ധി. എങ്കിലും അലംഭാവവും നീട്ടിവെക്കലും തമസിന് തുല്യമാണെന്ന് ഓർമ്മിക്കുക. ഇത് ഒട്ടും സ്വീകാര്യമല്ല. അതുകൊണ്ട് കർത്തൃത്വം ഏറ്റെടുക്കാതെയും ഫലങ്ങളോട് ബന്ധമില്ലാതെയും കഴിയുന്നത്ര നന്നായി പ്രവർത്തിക്കൂ. അത് നിങ്ങളെ നിഷ്കളങ്കനായി നിലനിർത്തും. താങ്ക് യു. ജയ് മോഹൻജി.